എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു സിനിമയോ നാടകമൊക്കെ ചെയ്യണം എന്നൊക്കെ, സിനിമേനെ കുറിച്ചായിരുന്നില്ല, കുട്ടിക്കാലത്ത് നാടകമൊക്കെ കണ്ട് വളരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചേട്ടൻ നന്നായി നാടകം ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ കൊച്ചാണ്, ചേട്ടനത് 10ലും പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലും കൂടെ നമ്മുടെ വീട്ടിലാണ് നടക്കുക. അപ്പം അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ആലോചനയുണ്ട്, എന്താ ഈ ആൺപിള്ളേർ മാത്രം, അതും പെൺവേഷം കെട്ടിയിട്ട് അവർ അന്ന് സ്കൂൾ നാടകമൊക്കെ അങ്ങനെ അവർ ആണുങ്ങൾ തന്നെ പെൺവേഷമൊക്കെ കെട്ടിയിട്ടാണ്. അപ്പം ഞാൻ വിചാരിക്കും, അപ്പം നമുക്കിത് ചെയ്തുകൂടെ, നമ്മളിതുമാതിരി ആൺവേഷമൊക്കെ കെട്ടിയിട്ട് നമ്മളുടെ പെണ്ണുങ്ങളുടെ നാടകം, അന്നത്തെ ബോധം അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഞാൻ ആൺവേഷം കെട്ടിയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ, ചേച്ചിമാരെയൊക്കെ കൂട്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു വിഷ്വലി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അന്ന് പിന്നെ ഈ ആഗ്രഹത്തിന് പോലെ ഒരു പേരൊന്നും കൊടുക്കാൻ അറിയില്ല. അപ്പം ഇന്നിപ്പോൾ വീണ്ടും നമ്മളെവിടെ ഇരിക്കുമ്പോഴും നമ്മളെല്ലാതും ഇങ്ങനെ, അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം എപ്പോഴും കൊണ്ട് നടക്കും. നമ്മളൊരു സിനിമ കാണുകയാണെങ്കിലും ഒരു തിയേറ്റർ കാണുകയാണെങ്കിലും പ്ലേ കാണുകയാണെങ്കിലൊക്കെ ഇതിൻ്റെ ഒരു സാധ്യത എന്താണ് എന്നൊക്കെ ഞാനിങ്ങനെ എപ്പോഴും ആലോചിച്ചൊക്കെ നോക്കുന്ന ഒരാളായതുകൊണ്ട് എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി കുറച്ചും കൂടി ഗൗരവപൂർവ്വം അതിനെ കാണണമെന്നും എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതെല്ലാം ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ അഭിനയത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം എഴുത്തോ ഡയറക്ഷനൊക്കെ ആണെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്.